അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ സമ്മേളനം നടക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരിൽ. ആമ്പല്ലൂരിൻ്റെ ഹൃദയഭൂമികയിൽ ആമ്പല്ലൂര് പ്രധാനപ്പെട്ട ഹൈവേയുടെ സിഗ്നലിൻ്റെ ചാരത്ത് ഏകദേശം 10 ഏക്കർ കണക്കിന് വിശാലമായ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സമ്മേളനം 27, 28, 29 തീയതികളിലായി നടക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് സമ്മേളനത്തിൻ്റെ ആരവം മുഴങ്ങി ആത്മീയ സമ്മേളനം നടക്കുന്നു. കേരളത്തിലെ അഭിവന്ദ്യരായ നമ്മുടെ നേതൃത്വം എല്ലാവരും സംബന്ധിക്കുന്ന ആത്മീയ സമ്മേളനം ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ പ്രതിധ്വനി ആമ്പല്ലൂരിൻ്റെ പരിസര ഭാഗങ്ങളിലെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതസാംസ്കാരിക നേതാക്കളെല്ലാവരും നമ്മുടെ കേരളം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ സമ്മേളനമാകുന്ന യുവജന സമ്മേളനം, കേരള യുവജന സമ്മേളനത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആമ്പല്ലൂരിൻ്റെ ഹൃദയഭൂമികയിൽ സമ്മേളനത്തിൻ്റെ ആരവം ഉയരാൻ പോവുകയാണ്. ഒരു വർഷത്തെ കൃത്യമായ ഇടപെടലുകളും യൂണിറ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ഇപ്പോൾ സമാപന സമ്മേളനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 10,000 പ്രതിനിധികളെ ഉൾക്കൊള്ളാനുള്ള അതിവിശാലമായ പന്തല് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന്, ആ ജില്ലകളിൽ സംഘടനയുടെ താഴെത്തട്ടിലുള്ള യൂണിറ്റുകളിൽ നിന്ന് നേരത്തെ രജിസ്ട്രേഷൻ നടത്തി പൂർത്തീകരിച്ച പ്രതിനിധികൾ 10,000 ആളുകൾ ഈ കാണുന്ന വിശാലമായ ജർമ്മൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയുള്ള ശീതീകരിച്ച ഈ ഒരു പന്തലിലായി 3 ദിനരാത്രങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി പോവുകയാണ്. നാളിതുവരെ നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിനിധി സമ്മേളനത്തെ നേതൃത്വം അഭിസംബോധനം ചെയ്യുന്ന സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ആ കാണുന്ന അത്രയും വിശാലമായ വിസ്തൃതിയിൽ സമ്മേളന പന്തൽ അതിൻ്റെ അവസാന മിനുക്ക് പണിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളെ മാത്രമാണ് ഈ പന്തലിൽ നാം ഒരുമിച്ച് കൂട്ടുന്നത്. രാവും പകലും വ്യത്യസ്ത സെഷനുകളിലായി നടക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെയേറെ മികവ് പുലർത്താൻ പറ്റുന്ന ഉപകാരപ്രദമായ വിഭവങ്ങളാണ് ഇവിടെ കോർത്തിണക്കിയിട്ടുള്ളത്. ആർക്കും ഒരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ ശീതീകരിച്ച റൂമാണ് ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ പന്തലിൽ നാം കാണുന്നത്. അൽഹംദുലില്ലാഹ്, തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി പോകുന്ന, ചരിത്രത്തിൽ അതിൻ്റെ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന ഐതിഹാസികമായ ഒരു സമ്മേളനമായിരിക്കും സമസ്ത കേരള സുന്നി യുവജന സംഘം വിഭാവനം ചെയ്യുന്ന ഈ സമ്മേളനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദിവസങ്ങളായി സംസ്ഥാന നേതൃത്വം ഇവിടെ തമ്പടിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ച്
എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള കൃത്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ കാണുന്ന പന്തലിൽ വെച്ച് ആത്മീയ സമ്മേളനം നടക്കാൻ പോവുകയാണ്. തൃശൂർ ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലും മറ്റുമൊക്കെയായി കഴിയുന്ന 5000-ഓളം ആളുകളെ ഇൻഷാ അല്ലാഹ് നാളെ ഈ ആത്മീയ സമ്മേളനത്തിൽ സംബന്ധിക്കും എന്നാണ് നേതൃത്വം നമ്മളോട് പറയുന്നത്. ആ രൂപത്തിൽ എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ സുന്നി സമൂഹത്തിന്റെ കണ്ണും കാതും ഹൃദയവും എല്ലാം ആമ്പല്ലൂരിലേക്ക് തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ആമ്പല്ലൂരിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രവിശാലമായ ഈ ഒരു മൈതാനിയിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എൻജൻ എക്സ്പോ എന്ന് പറയുന്ന വളരെ വിപുലമായ എക്സ്പോ സംവിധാനങ്ങൾ ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. സമാപന പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനവും അന്തിമഘട്ടത്തിൽ തന്നെയാണ്. മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് തിരശീല ഉയരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഈ വിശാലമായ മൈതാനി, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ആ കണ്ണെത്തുന്ന ആ ദൂരത്തോളം കാണുന്ന വിശാലമായ മൈതാനി, ഡിസംബർ 21 എന്ന് പറയുന്ന ആ ഒരു പുലരിയിൽ ഇവിടെ ഒരുമിച്ചു കൂടുന്ന പ്രവർത്തകരെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വിശാലമായ ആ ഒരു മൈതാനി നിറഞ്ഞ് കവിഞ്ഞ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സംഘടനയുടെ ത്രിവർണ പതാക വാനിലുയർന്നു കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം നടത്തി. ഈ ആമ്പല്ലൂരിൽ ഇങ്ങനെയൊരു ഭൂമി, ഇങ്ങനെയൊരു ഭാഗം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാട് പിടിച്ചു കിടന്നിരുന്ന മനുഷ്യന്മാരാരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരു സ്ഥലം നമ്മുടെ സമ്മേളനത്തോടുകൂടെ തൃശൂരിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് തൃശൂരിൽ നടന്ന ഉലമാ സമ്മേളനവും. ആ ഉലമാ സമ്മേളനത്തിന്റെ നഗരിയും ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു പ്രദേശമായിരുന്നുവെങ്കിൽ ഉലമാ സമ്മേളനത്തോടുകൂടെ അവിടുത്തെ ഭൂമി തന്നെ മാറി മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെയാണ് ആമ്പല്ലൂരിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെയും. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ, വന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എക്സ്പോ അത് നമ്മുടെ തൃശൂർ ജില്ലക്കാർക്ക് പ്രത്യേകമായി അവരുടെ ഫാമിലി സഹിതം വന്ന് കാണാനും വിവരങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഭാവി കരിയറുകളൊക്കെ സുരക്ഷിതമാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള എൻജൻ എക്സ്പോ എല്ലാം നമ്മുടെ സമ്മേളന നഗരിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് ഈ സമ്മേളന നഗരിയിലേക്ക്. നടന്ന് കാണാനും കണ്ട് ആസ്വദിക്കാനുമുള്ള വിശാലമായ ഒരു അവസ്ഥ ഇപ്പോൾ ആമ്പല്ലൂരിലുണ്ട്. നമ്മുടെ മെയിൻ ബൈപ്പാസ് റോഡാണ്. സമ്മേളന നഗരിയുടെ തൊട്ടു മുമ്പിലൂടെയായി വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്ന സമ്മേളന നഗരിയുടെ തൊട്ടു മുമ്പിലുള്ള ആ ഹൈവേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഹൈവേയുടെ ചാരത്തായിട്ടാണ് നമ്മുടെ സമ്മേളന നഗരി ഒരുങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകണം, ഇവിടെ കാണണം. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്.